അതെ, പൂജപ്പര ചപ്പാത്തി യൂണിറ്റിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ചുപേർ ചേർന്ന് തുടങ്ങിയ കേറ്ററിംഗ് യൂണിറ്റിൽ നിന്നാ ഫുഡ്. അതെ, എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അടുത്ത കാലത്തെങ്ങും ഇത്രയും നല്ലൊരു സദ്യ ഞാൻ കഴിച്ചിട്ടില്ല. ഇനി കുറെ സദ്യ വരാനുണ്ട്. എല്ലാം ഇതിലും ഗംഭീരമാകും. കീർത്തി കഴിക്കങ്ങോട്ട്. ആന്റി, കീർത്തിക്ക് കുറച്ചുകൂടെ അവിയൽ കൊടുത്തേ. ചെന്ന് കൊടുക്കമ്മേ. ആന്റി, മമ്മിക്ക് കുറച്ച് സാമ്പാർ. ഇപ്പൊ എടുത്തിട്ട് വരാം. അമ്മ, ഞാൻ എടുത്തോണ്ട് വരാം. സൂപ്പർ പായസ കൊണ്ടുവന്നിരിക്കുന്നത്. അച്ഛാ, ഞാനും കൂടെ പോയി വാവക്കുട്ടിയെ സഹായിക്കാം. വാവേ, അധികം വൈകാതെ ഇതുപോലെ നമ്മുടെ വിരുന്നും നടക്കും. അന്ന് ഞാൻ നിനക്ക് ഇങ്ങോട്ട് നോക്ക്, ഞാനൊരു സ്പെഷ്യൽ ഡയമണ്ട് നെക്ലസ് നിനക്ക് വാങ്ങിച്ചു തരും. ഈ ചൂട് പായസം ഇതോടെ എടുത്ത് മുഖത്തൊഴിക്കാൻ ഞാൻ മുമ്പിൽ മാറും. വാവേ, പ്രിയംവദേ, നോക്കി നിൽക്കാതെ സദാശിവന് കുറച്ച് ചോറോടെ ഇട്ട് കൊടുക്ക്. വേണ്ടോടാ, മതി. അപ്പോഴേ മധുരം വിളമ്പിയ സ്ഥിതിക്ക് ഇനി എല്ലാവരോടുമായി എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്റെ മകൾ ശില്പയുടെയും ഈ നിൽക്കുന്ന ശിവാനന്ദന്റെയും വിവാഹ നിശ്ചയത്തിന് ഞാൻ ഡേറ്റ് കുറിച്ചു. അടുത്ത വ്യാഴാഴ്ച രാവിലെ 10:30-നും 11 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തം. ഇത് ജോത്സ്യന് എഴുതുന്ന പേപ്പറാ. അച്ഛാ, ഇങ്ങ് തന്നെ നോക്കട്ടെ. വാവേ, ഞങ്ങള് പോയിട്ട് ഉറപ്പായും ശില്പ ബേട്ടിയുടെ ശാദിക്ക് വരും. ജറൂർ ആവുകി. ഞാനും കീർത്തി ഇവിടെ നിന്ന് എൻഗേജ്മെന്റും കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടത്തി തരും. അല്ലേ കീർത്തി? എല്ലാവരും പായസം കുടിച്ചിട്ട് വരണം. നമുക്ക് വിശദമായിട്ട് എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്താ? നടക്ക് ശിവാനന്ദ, നടക്ക്. കുട്ടി, നമ്മുടെ വിവാഹത്തിന്റെ മുഹൂർത്തം കുറിച്ച്. ഇത്ര നേരെ അവന്മാര് പോയിട്ട് എന്താ ചെയ്യ? എന്റെ കൈ വറക്കിയാണല്ലോ ദൈവമേ. ശിവമാര് വന്നില്ലെങ്കിൽ ശിവമാരെ നീ കാണാനില്ല. ആര്യൻ എന്റെ ഒരു പടം വരച്ച് തന്നേ പറ്റൂ. എത്ര നേരം വേണേലും ഞാൻ മുന്നിൽ ഇങ്ങനെ മോഡലായിട്ട് നിന്നുതരാം. ഈ കാലില് ദർഭമുന കൊണ്ട ശകുന്തളെ പോലെ ഇങ്ങനെ. ആ പടം ഒരു രാജാ രവി മേനോൻ ചിത്രം പോലിരിക്കണം. രവി മേനോൻ അല്ല, വർമ്മ. രാജാ രവി വർമ്മ. എന്തായാലും അതുപോലെ. എനിക്ക് പടം വരയ്ക്കാനൊന്നും അറിയില്ല. എന്റെ വീട്ടുകാര് പറയുന്ന പോലെ എനിക്ക് ആകെ അറിയാവുന്നത് മൂക്കറ്റം കുടിക്കാനാ. എന്നോട് കള്ളം പറയണ്ട, ഞാൻ പൊളിച്ചെടുക്കുവേ. തനിക്കുന്ന തലയ്ക്ക് വെളിവില്ലേ? എടോ, എനിക്ക് വരയ്ക്കാൻ അറിയില്ല. ഓഹോ, അങ്ങനെയാണോ?
എങ്കിലേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ആര്യ, ആര്യ, എന്താ ആര്യന് ചിത്രം വരയ്ക്കാൻ അറിയില്ലല്ലേ? തനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇത് വരച്ചത് ആര്യനല്ലേ? ഇതിൽ പറയുന്ന SP ആര്യൻ 6B ഈ ആര്യൻ തന്നെയല്ലേ? ആരോട് ചോദിച്ചിട്ടാ എന്റെ റൂമിൽ കയറി എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തത്? Who are you to interfere in my personal stuffs? ഇനി ഇവിടെ നിന്നെ കണ്ടുപോകരുത്. ഈ നിമിഷം നീ ഇവിടെ ഇറങ്ങണം. സോറി, ആര്യനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാ ഞാൻ. എന്നെ കുറിച്ച് താൻ എന്തിനാ അറിയണേ? എന്നെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലേ എന്റെ ഡാഡിയോടോ അനിയത്തിയോടോ ചോദിച്ചാ മതി. മഹാവഷള എന്നെ കുറിച്ച് അവര് പറഞ്ഞു തരും. അവര് ആര്യനെ കുറിച്ച് എന്തേലും മോശം പറയുന്നതിന് എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? സ്നേഹം കൊണ്ടല്ലേ ഞാൻ ഓരോന്ന് ചോദിക്കുന്നേ. എന്നെ ആരും സ്നേഹിക്കണ്ട. I don't like to love or be loved. ആര്യ, തനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എനിക്കാരുടെ സ്നേഹം വേണ്ട. ഞാനും ആരെയും സ്നേഹിക്കില്ല. I hate everything about this freaking world. ആര്യ, ഞാൻ എടോ, തന്റെ ഫ്രണ്ട് തിരിച്ചറിഞ്ഞവരെ താൻ ആ ഹോളിൽ പോയിരിക്കെ. വെറുതെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ ചെല്ല്. കടന്ന് പോവാൻ. ഇല്ല, വിട്ടുകൊടുക്കില്ല ഞാൻ. ലക്ഷ്യം നേടുന്നത് വരെ